ഈ ധവളപത്രം തയ്യാറാക്കിയ വിദഗ്ധർ കാണാതെ പോയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൻ്റെ ധനകാര്യ മാനേജ്മെൻറ്റിൽ കഴിഞ്ഞ 10 വർഷം ഉയർന്നു വന്ന വെല്ലുവിളികളാണ്. നോക്കൂ, പ്രളയം കേരളത്തിൻ്റെ മേൽ എത്ര വലിയ സാമ്പത്തിക ബാധ്യത അടിച്ചേൽപ്പിച്ചു. നിങ്ങൾക്കിതിൻ്റെ അനുബന്ധത്തിൽ മാത്രമാണ് ഒരു തവണ പ്രളയം എന്ന വാക്ക് കാണാനാവുക. ഈ റിപ്പോർട്ടിലെവിടെയും പ്രളയത്തെക്കുറിച്ച് 2018 നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രളയത്തെ അതുണ്ടാക്കിയ സാമ്പത്തികാഘാതത്തെക്കുറിച്ച് ഒരു വാക്കില്ല. എന്ത് ധവളപത്രമാണിത്? 2019 ആവർത്തിച്ച പ്രളയത്തെക്കുറിച്ചില്ല. അതിനുശേഷം കോവിഡ്, ലോകത്താകെയുള്ള സമ്പദ്ഘടനകൾ സാമ്പത്തിക കടഭാരം വർദ്ധിച്ചില്ലേ? ലോകത്താകെ കടഭാരം വർദ്ധിച്ചില്ലേ? നോക്കൂ, കോവിഡിൻ്റെ പശ്ചാത്തലത്തിലാണ് FRBM ആക്ട് നിജപ്പെടുത്തിയ 3% റിലാക്സ് ചെയ്തത്. കേന്ദ്ര ഗവൺമെൻറ് തന്നെ 2020-21 21-22 5%, തൊട്ടടുത്ത വർഷം 4% വായ്പയെടുക്കാം എന്ന് ഇളവ് നൽകാൻ കേന്ദ്ര ഗവൺമെന്റ് നിർബന്ധിതമായി. ലോകമാകെയുള്ള ഗവൺമെന്റുകൾ അത് ചെയ്തു. ഈ സൈദ്ധാന്തികമായിട്ടുള്ള പിടിവാശികളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് കൂടുതൽ വായ്പ എടുത്തു. കാരണം കോവിഡിന്റെ വെല്ലുവിളിയെ നേരിടാൻ അത് ആവശ്യമായിരുന്നു. ഇപ്പൊ 38.5 40 അല്ല കേട്ടോ. 2020-21 38.5 കേരളത്തിന്റെ ഡെപ്റ്റ് GSDP റേഷ്യോ. അത് 21-22 37% കുറച്ചു. അത് നമ്മൾ കാണേണ്ടത് പ്രളയം, കോവിഡ് എന്നിവയുടെ പശ്ചാത്തലത്തിലാണ്. പിന്നീട് കഴിഞ്ഞ 5 വർഷം പ്രളയത്തിൻ്റെയും കോവിഡിൻ്റെയും ആഘാതം കുറഞ്ഞു വന്നപ്പോൾ അത് കുറച്ചു കൊണ്ടുവന്നു. യാഥാർത്ഥ്യബോധം വേണം. യാഥാർത്ഥ്യബോധം ഇല്ലാത്തത് കൊണ്ടാണ് ഇമാതിരിയിട്ടുള്ള ധവളപത്രങ്ങൾ വിദഗ്ധരെന്ന് അവകാശപ്പെടുന്ന ആളുകൾ എഴുതിയുണ്ടാക്കുന്നത്.